ഉത്തര കൊറിയ സന്ദർശനത്തിനിടെ തന്ത്രപ്രധാനമായ കരാറുകളിൽ ഒപ്പുവെച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും ആക്രമിക്കപ്പെട്ടാൽ പരസ്പരം സഹായിക്കുവാനും ധാരണയായി. ശീതയുദ്ധ കാലഘട്ടത്തിന് ശേഷം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തമാകുന്നുവെന്ന വാർത്ത വരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര, ആൻഡ് ഗുഡ് ഈവനിങ് ടു ഓൾ അമേരിക്കൻസ്, എസ്പെഷ്യലി അവർ ഫ്രണ്ട്സ് ഇൻ അമേരിക്ക. അപ്പോൾ മധു, യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ നടുങ്ങിപ്പോകുന്ന ചില ഉടമ്പടികളാണ് ഉത്തര കൊറിയയിൽ ഇവർ ഒപ്പിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ലോക സമാധാനത്തിൽ തന്നെ ഭീഷണിയാക്കാൻ പറ്റുന്ന ഉത്തരവുകളായിരിക്കും ഭാവിയിൽ ഇത്. ഗുഡ് മോർണിംഗ് എസ് കെ. അങ്ങനെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ വിലയിരുത്തലുകളും വരുന്നത്. 2 ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉത്തര കൊറിയയിൽ എത്തിയത്. ഇതോടെ ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഏതെങ്കിലും രാജ്യങ്ങൾ പ്രകോപിപ്പിച്ചാൽ ഒരുമിച്ച് നേരിടുവാൻ ഇവർ തമ്മിൽ ധാരണയായി. ആക്രമിക്കപ്പെട്ടാൽ പരസ്പര സൈനിക സഹായവും നൽകും. ഈ കരാറുകളുടെ വിശദമായ വിവരങ്ങൾ 2 രാജ്യങ്ങളും ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സഖ്യത്തിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളർന്നതായി കിം ജോങ് പിന്നീട് പറഞ്ഞു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യക്ക് പൂർണ്ണ പിന്തുണയും അതുപോലെ ഐക്യദാർഢ്യവും ഒക്കെ കിം ജോങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഈ 2 നേതാക്കളും പറയുമ്പോൾ പ്രകോപനം എന്ന വാക്കിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ നൽകാത്തത് ഏറെ ആശങ്ക നൽകുന്നതാണ്. ഉദാഹരണത്തിന് US ദക്ഷിണ കൊറിയ സംയുക്ത സൈനികാഭ്യാസം ഒരു പ്രകോപനമായി ഇവർ കണക്കാക്കുമോ, അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് ഒരു പ്രകോപനമായി ഇവർ എടുക്കുമോ? ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ല. അതുപോലെ ഈ യുക്രൈൻ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ റഷ്യക്ക് വളരെ അടിയന്തരമായി ആയുധങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. ഈ ആയുധ ഇടപാടിനായിട്ടാണ് പുടിൻ തിരക്കിട്ട് ഉത്തര കൊറിയയിൽ എത്തിയതെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. പകരം ഉപരോധങ്ങൾ മൂലം വല്ലാതെ പെട്ടുകിടക്കുന്ന ഉത്തര കൊറിയയ്ക്ക് വേണ്ടുന്ന സാമ്പത്തിക പിന്തുണ റഷ്യ നൽകും. ഇതോടൊപ്പം ആണവ സാങ്കേതിക വിദ്യകൾ കൈമാറുമോ എന്നും സംശയിക്കപ്പെടുന്നു. ഇത് കൂടാതെ വ്ളാദിമിർ പുടിൻ ഈ ഉത്തര കൊറിയയ്ക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയും ഒരുപക്ഷെ കൈമാറിയേക്കും. കിമ്മിന്റെ മിസൈൽ പരീക്ഷണങ്ങളുടെയൊക്കെ വേഗത കൂട്ടുവാൻ ഇത് ഏറെ സഹായിക്കും. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.